ഹലോ, ഗ്രീൻ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള ഒരു ചെറിയ കോഴികളെ വീഡിയോ ആയിട്ടാണ്. എനിക്ക് കുറച്ച് കോഴികളുണ്ട്. ഫ്ലൈറ്റൊക്കെ ഉണ്ട്, ഒരു 3 പെടയും ഒരു പൂവനും. അപ്പോൾ അതിലിപ്പോൾ ഒരു പെട മുട്ടയിട്ടിരിക്കുന്നു. ഇവരിൽ ഒരു 14 കുട്ടികളുണ്ട്. ഒരു മേലും താഴെയായിട്ട് 2 കൂടാണ്, 2 തരത്തിലുള്ള കൂടാണ്. പിന്നെ വേറെ മരത്തിൻ്റെ കൂടുണ്ട്, അതിലൊരു 4 പെടയും ഒരു പൂവനും ഉണ്ട്. അത് വലിയതാണ്. ഇതിലൊരു 14 കുട്ടികളിൽ പൂവന് എത്രണ്ണാന്നുള്ളതൊന്നും ശരിക്കും അറിയാനായിട്ടില്ല. ചിലത് ചെറുതുണ്ട്, ചിലത് വലുതാണ്. അതിൻ്റെ അടി നെറ്റ് അടിച്ചതാണ്, ഇത് ഷീറ്റ് വിരിച്ചിട്ട് മരപ്പൊടി ഇട്ടതാണ്. ഇവർ എടുത്തേക്ക് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്ക് ഫോണ് കാണുമ്പോഴേക്ക് ഇവർ ഓടി കഴിച്ചിലാവും. അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിലെ ആവശ്യത്തിനുള്ള മുട്ടകളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിലേക്ക് 10-25 കോഴികൾ നേരത്തെ ഉണ്ടായി എന്നാണ്. പിന്നെ നായ്ക്കൾ പിടിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാതായി. ഇപ്പം പിന്നെ അയച്ച് പിന്നെയും തുടങ്ങുകയാണ്. ഒരു ദിവസം ഒരു 5 മുട്ടെങ്കിലും കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മക്കൾക്ക് കൊടുക്കാനും ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വീട്ടിലൊക്കെ കോഴികളും പച്ചക്കറികളും കൃഷികളും ചെടികളും എല്ലാം ഉണ്ടാക്കുക. നമുക്ക് നേരം പോകാനും നല്ലൊരു ടൈം പാസ്സാണ്. ഇവർക്ക് കൊടുക്കാനും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നല്ല ചിലവുമാണ്. പക്ഷെ അവരെ കൊണ്ട് വരുമാനമാവാനും അധികം സമയമൊന്നും വേണ്ട. ഒരു ചെറിയ ഐറ്റംസ് ഒരു 4 എണ്ണം ഉണ്ട്. അവരതാ മേലെ കൂട്ടിൽ, ഒരമ്മ പുറത്താണ്. ഭയങ്കര സൗണ്ട്, പെണ്ണുങ്ങൾക്കാണ് സൗണ്ട്, ആണിന് അത്ര സൗണ്ടൊന്നുമില്ല. ഞാനത് ആദ്യമായിട്ടാണ് ഇത് വളർത്തുന്നത്. മറ്റേ ഇവൻ്റെ ഒപ്പം നടക്കുന്ന ഒരു കോഴിയാണത്. അത് മുട്ടയിട്ടിട്ടില്ല. ഇതിലാരാണ് മുട്ടയിട്ടതെന്ന് അറിയാൻ ഒരു വഴിയില്ല. 3 ആളും കൂടി കയറുന്നതുകൊണ്ട് ആദ്യമൊന്നും അങ്ങനെ എടുത്തേക്ക് വരൂലേ. ഇപ്പൊക്കെ അങ്ങനെ വന്ന് നോക്കും. ഇപ്പോൾ നമുക്ക് നല്ലതാണ് ഈ മുട്ട ഇറച്ചിയൊക്കെ എന്ന് പറയണത്. കൊഴുപ്പില്ലാത്ത മുട്ട ഇറച്ചിയാണ്. അതൊക്കെ പ്രായമാകുമ്പോഴൊക്കെ എല്ലാവർക്കും കഴിക്കാനൊക്കെ അതല്ല നല്ലത് വിചാരിച്ച് കോഴിമുട്ട നമുക്ക് ആവശ്യത്തിന് പുറത്തേക്ക് കൊടുത്താലും പൈസ കിട്ടും. ഇനി കുട്ടികളായാലും ഇവർക്കും ഞാൻ വാഴേൻ്റെ തണ്ടൊക്കെ മുറിച്ചിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ മറ്റവരൊക്കെ പുറത്തേക്ക് വിട്ടതാണിപ്പോൾ. ഇതാണ് ഒരു കൂട്. ഇത് ഞാൻ സാരിയായിട്ട് മറിച്ചതാണ്. 4 ആളും ഇവരമ്മ പുറത്തേക്ക് പോയി. ഇവർക്ക് വൈകുന്നേരമായ ഒരു കരച്ചിലാണ് കിടക്കണ നേരത്തെ. അപ്പം ഞാനൊരു എന്തെങ്കിലും ഒരു തുണി ചുരുട്ടിങ്ങാണ്ട് ഒരു കിടക്കണോടത്ത് അങ്ങനെ വെച്ച് കൊടുത്താൽ അതിന് പതിഞ്ഞ് കിടന്നാണ്ട് ഉറങ്ങും. കാരണം അമ്മനെ കൂട്ടി പിടിക്കാതെ ഉറങ്ങും. ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.